ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റ് അക്വേറിയം ഹോബിയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഷിറോസ്. നമ്മൾ അക്വേറിയത്തിലേക്ക് യൂസ് ചെയ്യുന്ന ചെറിയ ടൂൾസ് മുതൽ ഹൈടെക് അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന ഓട്ടോഡോസിംഗ് സിസ്റ്റം വരെ എത്തി നിൽക്കുന്നു ഷിറോസിൻ്റെ ജേണി. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നതും ഷിറോസിൻ്റെ ഓട്ടോഡോസിംഗ് പമ്പിനെ കുറിച്ചാണ്. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് പ്ലാന്റ് ക്രീക്ക്. ഷിറോസിൻ്റെ ഡോസിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അതിൽ 4 പാർട്ടാണുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ട് ഷിറോസിൻ്റെ 4 ഹെഡ് ഡോസിംഗ് പമ്പ്, രണ്ടാമത്തെ പാർട്ട് മാഗ്നറ്റിക് സ്റ്റെറർ, പിന്നീട് വരുന്നത് ഡോസിംഗ് കണ്ടെയ്നർ, ലാസ്റ്റ് ഡോസിംഗ് ട്യൂബ് ഹോൾഡർ. ഇതാണ് ഇതിൻ്റെ 4 പാർട്ട്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാനിവിടെ ഇനി കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഷിറോസിൻ്റെ 4 ഹെഡ് ഡോസിംഗ് പമ്പ് അൺബോക്സ് ചെയ്യാം. യൂസർ മാനുവലാണ് ഇത്. നമ്മളെ ക്യാബിനറ്റിലേക്ക് സ്ക്രൂ ചെയ്യാനുള്ള മാർക്കിംഗ് പേപ്പറാണ്. ഇതാണ് നമ്മുടെ 4 ഹെഡ് ഡോസിംഗ് പമ്പ്. നമുക്ക് 4 ടൈപ്പ് ഫെർട്ടിലൈസർ ഇതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോ ഡോസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററി സ്ലോട്ട് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ പവർ ഫെയിലറോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിൽ സേവ് ചെയ്ത് വെച്ച സെറ്റിങ്സ് പോയി പോകാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻറ്റേർണൽ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മളെ പവർ കേബിൾ കൊടുക്കുന്ന ഏരിയ ആണ്. അതും നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് അവിടെ ഹാങ് ചെയ്ത് കഴിഞ്ഞാലും ഈ കേബിൾ യാതൊരു കാരണവശാലും ഇതിലേക്ക് ടച്ച് ആവാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. പിന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര എളുപ്പം കൈകാര്യം ചെയ്യാനും നമ്മളെ ഈസി ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. അലൂമിനിയം ഫിനിഷിലെ പ്ലാസ്റ്റിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സിൽ ഇതിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത്. ഇത് അഡാപ്റ്ററിന് നമ്മുടെ ഡോസിംഗ് പമ്പിലേക്ക് കണക്ട് ചെയ്യുന്ന കോഡാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ക്യാബിനറ്റിൽ കണക്ട് ചെയ്യുന്ന സ്ക്രൂസ്. പിന്നെ വരുന്നത് ഒരു മെഷറിംഗ് ട്യൂബാണ്. ഇതിലാണ് നമ്മൾ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്യുക. അതിനാണ് കാലിബ്രേഷനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു ഡോസിംഗ് പമ്പ് നമുക്ക് ഒരേപോലെ ഫ്രഷ് വാട്ടറിലും അതേപോലെ സോൾട്ട് വാട്ടറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതിലൊരു ഇൻറ്റേർണൽ ബാറ്ററി വരുന്നതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും പവർ ഫെയിലർ നമ്മളെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാണ്ട് അതേപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഷിറോസിൻ്റെ 4 ഹെഡ് ഡോസിംഗ് പമ്പിൻ്റെ ആക്സസറീസ്. ഇത് കൺട്രോൾ ചെയ്യുക ഷിറോസിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും iOS പ്ലാറ്റ്ഫോമിലും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത പാർട്ട് നമുക്ക് മാഗ്നറ്റിക് സ്റ്റെറർ അൺബോക്സ് ചെയ്യാം. ഇതിലാദ്യം വരുന്ന വൈറ്റ് ബോക്സ് അഡാപ്റ്റർ തന്നെ. പിന്നെ സ്റ്റെററിലേക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന അഡാപ്റ്ററിന് കൊടുക്കുന്ന കോഡ്. ഇത് മാഗ്നറ്റിക് സ്റ്റെറർ ബാർ എന്ന് പറയും. ഇതാണ് നമ്മുടെ ഡിവൈസ്, മാഗ്നറ്റിക് സ്റ്റെറർ. ഈ ഒരു ഡിവൈസിൻ്റെ പ്രധാന യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടെയ്നേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു 4 സ്ലോട്ടിലായിരിക്കും. ഈ 4 സ്ലോട്ടിലുള്ള കണ്ടെയ്നേഴ്സിലെ ലിക്വിഡ്സ് സെഡിമെൻറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള 4 സ്റ്റെറർ ബാർസ് നമ്മളെ കണ്ടെയ്നേഴ്സിലേക്ക് ഇടും. എന്നിട്ട് അത് എല്ലാ സമയവും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ ഫെർട്ടിലൈസർ അടിയിലേക്ക് സെഡിമെൻറ്റ് ചെയ്യില്ല. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെരിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെ കണ്ടെയ്നറിലെ അവസാന ഡ്രോപ്പും കൂടിയിട്ട് നമുക്ക് ഡോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെരിവ് കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ വാളിലേക്കോ അല്ലെങ്കിൽ ക്യാബിനറ്റിലേക്കോ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ്.
ഈ ഒരു ഡിവൈസും നമുക്ക് നേരത്തെ പോലെ ഫോർഹെഡ് ഡോസിങ് പമ്പ് പോലെ തന്നെ ആപ്പ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ഇൻ്റർവെല്ല് കൂടുമ്പോഴാണ് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു ഡിവൈസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നോർമൽ സ്റ്റാൻഡും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോർമൽ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് നമ്മളെ ഡോസിങ് കണ്ടെയ്നേഴ്സാണ്. 4 കണ്ടെയ്നേഴ്സാണ് ഇതിലുള്ളത്. ഈ 4 കണ്ടെയ്നേഴ്സിൽ നമ്മൾ 3 കളറിലാണ് ഇത് വരുന്നത്. അതിൽ 2 എണ്ണം ട്രാൻസ്പെറൻറ്റ് കളറിലും, ഒന്ന് ഗ്രീൻ കളറിലും, ഒന്ന് ബ്രൗൺ കളറിലും. ഇനി കണ്ടെയ്നറിൻ്റെ ഹെഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഡിസൈൻ വൈസ് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഈസിലി ഇൻസേർട്ട് ആവാനും ഇൻസേർട്ടായ ട്യൂബ് എളുപ്പം ഊരി പോകാതിരിക്കാനുള്ള ഒരു ചെറിയൊരു പ്രത്യേകത ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 4ാമത്തെ പാർട്ട് ഷിറോസിൻ്റെ തന്നെ ട്യൂബ് ഹോൾഡറാണ്. ഇതിൽ വരുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ട്യൂബും അതേപോലെ തന്നെ ഈ ട്യൂബ് അക്വേറിയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഹോൾഡറാണ്. ഈ ട്യൂബാണ് നമ്മൾ ഡോസിങ് പമ്പും അതേപോലെ നമ്മളെ കണ്ടെയ്നേഴ്സൊക്കെ ആയിട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മളെ ഷിറോസിൻ്റെ ഓട്ടോ ഡോസിങ് സിസ്റ്റം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസോ ബാക്കി ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.